എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ബഹിരാകാശത്തിരുന്ന് ഇന്ത്യ എല്ലാം കാണും. സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയെന്നത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ജോലികളിലാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ BS എന്നാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന് പേര്. ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ISR. 51.5 ഡിഗ്രി ചെരിവുള്ള ഭ്രമണപഥത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശ നിലയം സഞ്ചരിക്കുകയെന്ന് ISRO പറയുന്നു. നാസയുടെയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമാനമായ ഭ്രമണപഥമാണിത്. 51.6 ഡിഗ്രി ചെരിവിലാണ് ISS ഭൂമിയെ ചുറ്റുന്നത്. ഭൂമധ്യരേഖയെ ലംബമാക്കിയെടുത്താണ് ഈ കോണ് അളക്കുന്നത്. ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ്. ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ 51.5 ഭ്രമണപഥം തിരഞ്ഞെടുത്തത്. മാത്രവുമല്ല, മനുഷ്യവാസമുള്ള 90% മേഖലയിലൂടെയും കടന്നുപോവാൻ 51.5 ഡിഗ്രി ഭ്രമണപഥത്തിൽ നിന്ന് സാധിക്കും. ഉയർന്ന കോണിലുള്ള ചെരിവ് ധ്രുവപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൗമ നിരീക്ഷണത്തിന് ഉപകരിക്കും. ലോകമെമ്പാടുമുള്ള ഗ്രൗണ്ട് സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഇത് സഹായകമാണ്. ചൈനയുടെ ടിയാങ്കോങ് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത് 42 ഡിഗ്രി ചെരിവിലാണ്. 2030ഓടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാനും ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനുമാണ് നാസ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എത്തും. 2035ഓടെ BS യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിച്ചാൽ അതിന് മറ്റു ചില വെല്ലുവിളികളുമുണ്ട്. നിലവിൽ ISSലേക്ക് ബഹിരാകാശ സഞ്ചാരികളെത്തുന്ന റഷ്യൻ സോയൂസ് പേടകം വിക്ഷേപിക്കുന്ന ബൈക്കൊനൂർ കോസ്മോഡ്രയാം ISSന്റെ ഭ്രമണപഥത്തിലേക്ക് സുഗമമായി വിക്ഷേപണം നടത്താൻ പറ്റിയ അക്ഷാംശത്തിലാണ് നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ പേടകത്തിന്റെ ഭ്രമണപഥത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും. അതിനുള്ള കൃത്യതയുള്ള സാങ്കേതികവിദ്യ ആവശ്യമാണ്. കൂടുതൽ അറിവുകൾക്കും കൗതുകവാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.